ഞാൻ ഇടുക്കിയിലെ ഒരു സ്വകാര്യ എസ്റ്റേറ്റിലാണ് ടാപ്പിംഗ് ജോലിക്ക് പോയ ഒരു തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ആ സംഭവം വളരെ ഖേദകരമാണ്. ആ കുടുംബത്തിന് ആവശ്യമായ സഹായധനം നൽകുന്നതിൽ കാലതാമസമില്ലാതെ തന്നെ നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നടത്തേണ്ട അനിവാര്യതയാണ് ഈ സംഭവം നമ്മൾ ഉറപ്പിക്കുന്നത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിനോട് സംഭവസ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ആത്മവിശ്വാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാൽ ഉടൻ മുന്നോട്ട് ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ 10:30 ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിദാരുണമായ സംഭവത്തിൽ നമുക്കെല്ലാവർക്കും വേദനയുണ്ട്. വന്യജീവി സംഘർഷം കുറച്ചു കൊണ്ടുവരുന്നതിന്, അതിന്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുന്നതിന് കുറെ കൂടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ പ്രയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആ പ്രദേശത്ത് വനപാലകരുടെ എണ്ണസംഖ്യ കൂട്ടി പരിശോധനകൾ ത്വരിതപ്പെടുത്താനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം വിശദമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പറയാം. ഏതായാലും ഇത് ഖേദകരമാണ്, വേദനാജനകമായ ഒരു കാര്യമാണ്. ഒന്ന് ശമിച്ചു എന്ന് തോന്നുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് എത്രത്തോളം ഗൗരവം കൊടുക്കേണ്ടതുണ്ട് അത്രത്തോളം ഗൗരവത്തിൽ കൊടുത്ത് കാണാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. സഹായം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? സഹായം നേരത്തെ ഇപ്പോൾ കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ വീട് നാളെ മറ്റന്നാൾ അപേക്ഷ കൊടുക്കാം. രണ്ടാമത്തെ വീട് സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ആവശ്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്താൽ കൊടുക്കാം. അതിനൊരു കാലതാമസമില്ലാതെ കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ഈ വന്യജീവിയാക്രമണം തുടർച്ചയായത് ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മൊക്കെ കടുത്ത വിയോജിപ്പ്, അതൃപ്തി അവർക്കുണ്ട്. ഒരു അടിയന്തരമായിട്ടൊരു നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നൊരു ആവശ്യവും അവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു കത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയല്ലേ തീരുമാനമെടുക്കുക. നിയമസഭാ സമ്മേളനം സാധാരണഗതി ആഗസ്റ്റ് മാസമോ സെപ്റ്റംബർ മാസമോ കൂടേണ്ടതാണ്. അത് കൂടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ കൂടുന്ന ഒരു ഘട്ടം ഉള്ളപ്പോൾ ഇതിനൊരു ആവശ്യം അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതൊരു ന്യായമായ ആവശ്യമാണ്. കേരള കോൺഗ്രസ് എന്തെങ്കിലും ഒരു നിയമസഭാ സമ്മേളനം വന്യജീവി ആക്രമണം, അതിന് ന്യായവും അന്യായവും അതിനകത്തില്ല, അതൊരാവശ്യമാണ്. അതിൽ വരുന്നത് ഈ വിഷയം ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭ ചർച്ച ചെയ്തതാണ്. ആ പ്രമേയം ഐക്യവേണ്ടിയാണ് നമ്മൾ പാസ്സാക്കിയിട്ടുള്ളത്. ആ പ്രമേയത്തിന്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ ചർച്ച അനുവദിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നുമില്ല. കാരണം അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിൽ കടന്നു അഭിപ്രായം കൂട്ടണമെന്ന് പറയുക. പക്ഷേ അതിന്റെ ഒറ്റനോട്ടത്തിൽ നമ്മളേതായാലും നിയമസഭാ സമ്മേളനം നടത്തുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കഴിഞ്ഞ 4 വർഷവും നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ 1-2 ദിവസം വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ചർച്ചയല്ല വേണ്ടത്, നടപടികളും തീരുമാനങ്ങളാണ് വേണ്ടത്. ആ നടപടികളിലേക്കും തീരുമാനങ്ങളിലേക്കാണ് ഗവൺമെന്റ് പോവുക. അതിന്റെ ഭാഗമായി നാളെ ഒരു ഉന്നതതല യോഗം ബഹുമാനപ്പെട്ട ധനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഇതുവരെ സംഭവിക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ കഴിയുന്നു എന്ന കാര്യം ചർച്ച ചെയ്യാനാണ്.
ചില ഇൻഷുറൻസ് കമ്പനിയുമായി പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി ഒരു ഇൻഷുറൻസ് പരിരക്ഷ ആർക്കും മരിക്കുന്നവർക്ക് മാത്രമല്ല പരിക്ക് പറ്റുന്നവർക്കും വിളനാശം സംഭവിച്ചവർക്കും അങ്ങനെ ഒരു പരിരക്ഷ കൊടുക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത്. നാളെ 12 മണിക്കാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ക്യാബിനറ്റ് കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്. ഇങ്ങനെ പോയാൽ പോരാ എന്ന് പൊതുസമൂഹത്തിന്റെ അഭിപ്രായമുള്ളത് പോലെ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായം തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് മിനിസ്റ്റർ മന്ത്രിമാരും അത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളും ഇൻഷുറൻസ് പ്രതിനിധികൾ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും. ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഈ ഇപ്പോഴത്തെ നിയമപ്രശ്നങ്ങൾ മറികടക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയും. അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നിയമവകുപ്പ് പരിശോധിച്ച് ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ശുഷ്കാന്തിയോടെ ഒരു വീഴ്ചയില്ലാതെ നടത്തുന്നതിനുള്ള നേതൃത്വപരമായ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായതുകൊണ്ട് എനിക്കത് വളരെ ആശ്വാസകരമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും.